ജയറാം എന്ന നടന്റെ ഒരു പീക്ക് ടൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു 94 മുതൽ ഉള്ള ഒരു കാലഘട്ടമാണ്. ഏകദേശം ഒരു 99 വരെയൊക്കെ ആ ഒരു ടൈം പീരീഡ് നിലനിന്നിരുന്നു. അത്ര എല്ലാ വർഷവും ഹിറ്റുകൾ കൊടുത്തിരുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്സ് ഒക്കെ ജയറാമിന്റെ 94, 95, 96 ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിപ്പോ 1997 എന്ന വർഷം, ആ വർഷത്തെ ജയറാമിന്റെ സിനിമകളെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആ വർഷം ജയറാമിന്റെ ആദ്യം റിലീസായ സിനിമ കിലുകിൽ പമ്പൻ. തുളസിദാസ് എന്ന ഹിറ്റ് ഡയറക്ടർ ജയറാമിനെ വെച്ച് മിന്നാമിനിങ്ങിനും മിന്നിങ്ങിട്ടും ഒക്കെ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഗംഭീര ഒരു സിനിമ തന്നെയായിരുന്നു ശരിക്കും അത് കിലുകിൽ പമ്പരം. കാരണം ഒരു ചെറിയൊരു 2 വരി 3 വരിയിലൊക്കെ നമുക്ക് അതിന്റെ കഥയൊക്കെ പറയാം. പക്ഷെ നല്ല രസമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ശശിധരൻ ആറാട്ട് വഴി എന്ന ആ 90s ഒരുപാട് ഹിറ്റുകൾ, രാജസ്ഥാനിന്റെ തുളസിദാസിന്റെ ഒക്കെ വിജി തമ്പിയുടെ ഒക്കെ സിനിമകളിൽ ഹിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു ജയറാം സിനിമ എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ജയറാമിന്റെ ഒപ്പം ആ ഒരു സിനിമയിൽ ജഗതി ശ്രീകുമാറും ശരിക്കും പൂണ്ടുവിളയിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻസ് ഉണ്ട്, ഒരുപാട് പേരുണ്ട് ആ ഒരു സിനിമയില്. അത് എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ആ ഒരു ബഡ്ജറ്റിൽ, അന്നത്തെ ഒരു ജയറാമിന്റെ ഒരു ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു സിനിമ അന്ന് ചെയ്തിട്ടുണ്ട്. അത് ഓവർ ബഡ്ജറ്റ് എന്നല്ല, പക്ഷെ വേറെ ഒരു കോംപ്രമൈസ് ഒന്നും ചെയ്യാതെ തന്നെ ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. അതിൽ വാണി വിശ്വനാഥാണ് നായികയായിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ നായിക പ്രാധാന്യമല്ല, കാവേരി എന്ന നായികയ്ക്കാണ് കൂടുതൽ അതിൽ പ്രാധാന്യമുള്ളത്. മധുബാല നല്ല റോളുണ്ട്. ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ടി വിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ യൂട്യൂബിലൊക്കെ എടുത്തിട്ട് സ്ഥിരമായിട്ട് അതിന്റെ സീറ്റ്സ് ഒക്കെ കാണുന്നതാണ് ഇവർ രണ്ടുപേരും കൂടിയുള്ള കോമ്പിനേഷൻ. പ്രത്യേകിച്ച് അതിലൊരു പ്രേതമായിട്ട് ഇന്ദ്രൻസ് വരണതും ഒക്കെ. ആ ഒരു സിനിമ കിലുകിൽ പമ്പരവും അതുപോലെ മമ്മൂട്ടിയുടെ ഗോഡ്മാൻ ആണ് തോന്നുന്നു. ഈ 2 സിനിമയും ഏകദേശം ഒരേ സമയത്താണ് ഇറങ്ങിയത്. രണ്ടും ഗോഡ്മാനും വിജയമായിരുന്നു. പക്ഷെ അന്ന് കിലുകിൽ പമ്പരമാണ് കൂടുതൽ അന്ന് വിജയിച്ചെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം കിലുകിൽ പമ്പരത്തിന് ടിക്കറ്റ് കിട്ടാതെ ഗോഡ്മാന് പോവുക, അങ്ങനെയൊക്കെ ആ പലവരും അങ്ങനെയൊക്കെ അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗോഡ്മാൻ കണ്ടത് കിലുകിൽ പമ്പരത്തിന് ടിക്കറ്റ് കിട്ടാതെയാണ് പോയതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും കിലുകിൽ പമ്പരം ജയറാമിന്റെ ആ വർഷത്തെ ആദ്യത്തെ ഒരു ഹിറ്റ് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരു വിഷു സീസണിൽ, വിഷുവിനോടനുബന്ധിച്ചിട്ട് ജയറാമിന്റെ 2 സിനിമകളുണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഡേറ്റ് ഓർമ്മയില്ല. 2 സിനിമകൾ, ഒന്ന് സത്യനന്ദിക്കാട് ജയറാം കൂട്ടുകെട്ടുണ്ടായി, ഹിറ്റ് കൂട്ടുകെട്ട് തൂവൽ കൊട്ടാരത്തിന് ശേഷം അവരൊന്നിക്കുന്ന ഇരട്ട കുട്ടികളുടെ അച്ഛൻ, മറ്റൊന്ന് റാഫി മെക്കാട്ടിന്റെ സൂപ്പർമാൻ. ഇത് 2 പേരും ജയറാമിന് ഇതിനു മുമ്പ് ഒരുപാട് ഹിറ്റുകൾ കൊടുത്തു. റാഫി മെക്കാട്ടിൻ റൈറ്റർ എന്ന രീതിയിലും ജയറാമിന് ഹിറ്റുകൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ ഡയറക്ട് ചെയ്ത പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്ന ഒരു സിനിമ അവർ ചെയ്യുന്നു, അത് ഹിറ്റ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ സൂപ്പർമാനിലേക്ക് കിടക്കുന്നത്. സൂപ്പർമാൻ എന്ന സിനിമ ശരിക്ക് അതൊരു ജയറാമിന്റെ സ്ഥിരം ഒരു ഹ്യൂമർ അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ അപ്പുറത്തോട്ട് ജയറാമിന് ശരിക്കും ഒരു മാസ് ഹീറോ എന്നുള്ള ഒരു ലെവലിലുള്ള ഒരു പടം തന്നെയാണ് ശരിക്ക് സൂപ്പർമാൻ എന്ന് പറയുന്നത്. ആക്ഷൻ ഉണ്ട്, അതിൽ ഇമോഷൻസ് ഉണ്ട്, ഹ്യൂമർ ഉണ്ട്, എല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സ് ആണ്. എനിക്ക് തോന്നുന്നു ജയറാമിന്റെ ഒരു മാസ് ഹീറോ അല്ലെങ്കിൽ അങ്ങനത്തെ റോളുകൾ ജയറാം ഒരു ആക്ഷൻ മൂഡിലേക്കൊക്കെ പോയിട്ടുള്ള സിനിമകളൊക്കെ ഭൂരിഭാഗം പരാജയപ്പെട്ടിട്ടുണ്ട്. പണ്ട് മറുപുറം പോലത്തെ സിനിമയോ അല്ലെങ്കിൽ ആ കാലാളപ്പട നമുക്കൊരു ആക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. അതിന്റെ രണ്ടാം വരവ്, പുതിയ കരുക്കൾ, അങ്ങനെയൊക്കെ 80s അവസാനം ജയറാം അല്ലെങ്കിൽ 90s തുടക്കമൊക്കെ ജയറാം കുറച്ച് ആക്ഷൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും അങ്ങനെ വിചാരിച്ച പോലെ വിജയിച്ച സിനിമകളല്ല. പക്ഷെ സൂപ്പർമാൻ എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തിൽ ജയറാമിന്റെ ഒരു സ്ഥിരം ഒരു ഹ്യൂമർ ക്യാരക്ടറിന് അപ്പുറത്തോട്ട് ജയറാമിന് ഒരു മാസ് ഹീറോ എന്നുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ശരിക്കും സൂപ്പർമാൻ എന്ന സിനിമ. അതിൽ ശോഭന, ജഗദീഷ്, നെടുമുടി വേണു, നല്ല ഒരു സിനിമ തന്നെയായിരുന്നു. അതിന്റെ ക്ലൈമാക്സ് ഒക്കെ നമുക്കറിയാം, അതൊരു റാഫി മെക്കാട്ടിൻ സ്റ്റൈൽ ഓഫ് ഒരു ക്ലൈമാക്സ് തന്നെയാണ്. അപ്പുറത്തെ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ ആണെങ്കിൽ അതൊരു വിചാരിച്ച പോലെ തൂവൽ കൊട്ടാരത്തിന്റെ ഒരു വിജയം റിപ്പീറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ആ ഒരു സിനിമയ്ക്ക്. പക്ഷെ അതും നല്ലൊരു സിനിമയായിരുന്നു. അതൊരു എനിക്കൊരു സി വി ബാലകൃഷ്ണന്റെ ഒരു കഥയാണ്. സി വി ബാലകൃഷ്ണന്റെ ഒരു കഥയുടെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സിനിമ. ശ്രീനിവാസൻ തന്നെയാണ് ആ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അന്ന് ശരിക്കും ആ സിനിമയുടെ പേരിടാൻ സത്യനന്ദിക്കാടിന്റെ മനസ്സിലുണ്ടായിരുന്നത് 2 പെൺകുട്ടികളുടെ അച്ഛൻ, അങ്ങനെയായിരുന്നു ആ സിനിമ പേര്. പക്ഷെ ശ്രീനിവാസൻ പറഞ്ഞു, ഞാൻ ഡയറക്ട് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുണ്ട്, അതിന്റെ പേര് ഇതാണ്, അത് ഇടണ്ട എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടാണ് ഇരട്ട കുട്ടികളുടെ അച്ഛൻ ഇട്ടത്. പക്ഷെ ശ്രീനിവാസൻ ഡയറക്ട് ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമ പിന്നീട് പേര് മാറ്റി, അതായിരുന്നു ചിന്താവിഷ്ട ശ്യാമള. എന്തായാലും ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ, സൂപ്പർമാൻ, രണ്ടും ആ ഒരു ഏപ്രിൽ മാസമാണ് ഇറങ്ങിയത്. പക്ഷെ കൂടുതൽ വിജയിച്ചത് എനിക്ക് തോന്നുന്നു സൂപ്പർമാൻ തന്നെയാണ്. അന്ന് കൂടുതൽ ഒരു ഹിറ്റിലോട്ട് പോയിട്ടുള്ളത്. പിന്നെ അടുത്ത ഒരു സിനിമ എന്ന് പറയുന്നത് രാജസേനൻ ജയറാം ഹിറ്റ് കൂട്ടുകെട്ടിന്റെ സിനിമ തന്നെയാണ് കഥാനായകൻ. കഥാനായകൻ സിനിമ അതും ഒരു സൂപ്പർ ഹിറ്റ് തന്നെയാണ്. അതൊരു ഗംഭീര സിനിമ തന്നെ. ശരിക്കും അതിൽ കഥാനായകൻ ജയറാം അല്ല, ജയറാമിന്റെ അച്ഛനായിട്ട് ചെയ്ത അദ്ദേഹമാണ് ശരിക്കും കഥാനായകൻ. രാജസേനൻ തന്നെ ഈ അടുത്ത ഇന്റർവ്യൂസിലൊക്കെ പറയാറുണ്ട്, അത് കഥാനായകൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ അച്ഛന്റെ ക്യാരക്ടറാണ്. അന്ന് ആ അച്ഛന്റെ ക്യാരക്ടറായിട്ട് അതൊരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിക്കുമ്പോൾ ആര് ചെയ്യും? അപ്പൊ ജയറാമിന്റെ അച്ഛൻ, അപ്പൊ ജയറാമിനെ പോലെ ഒരു സുന്ദരനായിട്ടുള്ള ഒരു ലുക്കുള്ള ഒരു ആഠിത്യമുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കണം. അപ്പൊ പ്രേം നസീർ ജീവിച്ചിരുന്നെങ്കിൽ പ്രേം നസീറിനെ കാസ്റ്റ് ചെയ്യാമായിരുന്നു. ഇന്ന് പ്രേം നസീർ ഇല്ലല്ലോ എന്ന് പറഞ്ഞാണ് ഇവര് വേറെ ഒരു പുതുമുഖത്തിനെ ആ റോളിലോട്ട് കാസ്റ്റ് ചെയ്തത്. പക്ഷെ ആ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ തന്നെയാണ്. എനിക്ക് ഓർമ്മ ആ സിനിമയ്ക്ക് പോയിട്ട്
ടിക്കറ്റ് കിട്ടാതെയൊക്കെ മടങ്ങി വന്ന ഒരുപാട് കാലം ആ ഒരു സിനിമ അന്ന് തൃശ്ശൂർ സ്വപ്ന തിയേറ്ററിലായിരുന്നു. സ്വപ്ന തിയേറ്ററിൽ ഹൗസ്ഫുൾ ആയിട്ടാണ് ആ സിനിമ ഓടിയിട്ടുള്ളത്. അത് എത്രയോ ആഴ്ചകൾ, അതായത് മിക്ക ആഴ്ചയും ഒരു ശനി ഞായറോ ആയി കഴിഞ്ഞാൽ ആ ഏരിയയിൽ പോകാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു തിരക്കായിരുന്നു. കഥാനായകന് ടിക്കറ്റ് കിട്ടാതെ അന്ന് മറ്റു പല സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് അതൊരു ഉല്ലാസ പൂങ്കാറ്റും ആ സമയത്തുണ്ട്. തൃശ്ശൂർ രാഗം തിയേറ്റർ കളിക്കുന്നുണ്ട്, ഇത് സ്വപ്ന തിയേറ്ററിലാണ് കഥാനായകൻ. അപ്പൊ അന്ന് ഉല്ലാസ പൂങ്കാറ്റും അങ്ങനെയുള്ള ചില സിനിമകളൊക്കെ ആ സമയത്ത് തിയേറ്ററിലുണ്ട്. അപ്പൊ കഥാനായകൻ അന്ന് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതേ രാജസേനൻ ജയറാം കൂട്ടുകെട്ടിലെ മറ്റൊരു സിനിമ, അത് അന്ന് വിചാരിച്ച പോലെ ഹിറ്റില്ല. എനിക്ക് ഒരുപാട് ഹിറ്റുകളുടെ ഇടയിൽ ഒരു ഫ്ലോപ്പ് കിട്ടി. അത് കാർ എന്ന സിനിമയാണ്. അത് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം അന്ന് നിർമ്മാതാവ് നമുക്കറിയാം, ആ ഒരു സിനിമയുടെ പെട്ടിയായിട്ട് മദ്രാസ് നിന്ന് വരുന്ന വഴിക്കായിരുന്നു അതിൽ പ്രൊഡ്യൂസർ മരിക്കുന്നത്. പ്രൊഡ്യൂസറും അതിലൊരു അസോസിയേറ്റ് ഡയറക്ടറുമാണ് മരിക്കുന്നത്. പിന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹം പക്ഷെ അന്ന് പരിക്കുണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് രക്ഷപ്പെട്ടു, ഞാൻ പേര് മറന്നുപോയി. അദ്ദേഹം പിന്നെ സീരിയൽ ഡയറക്ടറൊക്കെയാണ്. അന്ന് ആ മരിച്ച ഒരു അസോസിയേറ്റ് ഡയറക്ടർ ആവാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അതിന്റെ സ്ക്രിപ്റ്റ് എഴുതാൻ അന്ന് ഷാഫി എന്ന രാജസന്റെ അസിസ്റ്റന്റ് ആയിരുന്നു, ജയറാമിനെ നായകനെ വെച്ചിട്ട്. പക്ഷെ അന്ന് ആ ഒരു ദുരന്തത്തിന് ശേഷം പിന്നെ എനിക്കൊന്ന് ആ സിനിമ എങ്ങനെയോ തിയേറ്ററിൽ എത്തിച്ചു. അജിത്ത് എന്നായിരുന്നു പ്രൊഡ്യൂസർ, അദ്ദേഹത്തിന്റെ വൈഫ് അവര് ദേവി അജിത്ത്, ഇന്ന് ആക്ട്രസ് ആണ്, എല്ലാവർക്കും അറിയാം, നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ട്. ആ സിനിമ അത് കാറ് ശരിക്കും നല്ലൊരു സിനിമയായിരുന്നു. പക്ഷെ എന്തോ ആളുകൾക്ക് അന്ന് കണക്ട് ആയില്ല, അത് കൂടുതൽ ആളുകൾക്ക്. അതൊരു സ്ഥിരം രാജസേനൻ പാറ്റേണിലുള്ള ഒരു സിനിമയല്ല, വേറൊരു ടൈപ്പ് ഓഫ് ചെറിയൊരു ത്രില്ലർ മൂഡും നമുക്കറിയാം ആ ഒരു സിനിമ കണ്ടവർക്കൊക്കെ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നമ്മുടെ ജനാർദ്ദന്റെ നല്ല രസമുള്ള ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ എനിക്ക് അതിലെ ഒരു വില്ലൻ ക്യാരക്ടറൊക്കെ ചെയ്തത് അത്ര എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത ഒരു ആക്ടറാണ്. കുറച്ചുകൂടി നല്ലൊരു കാസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ലൊരു സിനിമയായി മാറുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അടുത്തത് വീണ്ടും ജയറാമിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ കമൽ, രഞ്ജിത്ത് സ്ക്രിപ്റ്റ്, കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്. അത് 97 ഓണം സീസണിലാണ് ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങി. വിദ്യാസാഗറിന്റെ സോങ്സ്. ആ സിനിമയെ കുറിച്ചും പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട, അതിഗംഭീരമായിട്ടുള്ള സിനിമയാണ്, നല്ല കാസ്റ്റിംഗ് ആണ്. ബിജു മേനോന്റെ നല്ലൊരു ക്യാരക്ടർ. ബിജു മേനോൻ ആ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ്, ആദ്യമായിട്ടൊരു സ്റ്റേറ്റ് അവാർഡ്, സഹനടനുള്ള അവാർഡ് കിട്ടുന്ന സിനിമയാണ്. പക്ഷെ ആ സിനിമ അന്ന് ഒരു വൻ വിജയമായി മാറിയില്ല. അതായത് ആ 97 ഓണത്തിനാണ് ചന്ദ്രലേഖയുണ്ട്, മമ്മൂട്ടിയുടെ കളിയൂഞ്ഞാലുണ്ട്, കളിയാട്ടുണ്ട്, അങ്ങനെ കുറെ സിനിമകളുടെ ഇടയ്ക്കാണ് ചന്ദ്രലേഖയായിരുന്നു വിന്നർ. പക്ഷെ കൃഷ്ണകുടിയിലും ഒരു മോശം സിനിമയോ അല്ലെങ്കിൽ ഒരു ഫ്ലോപ്പ് ഒന്നുമല്ല, പക്ഷെ ഒരു എബോവ് ആവറേജോ ആ ഒരു ലെവലിൽ നിന്നുള്ള അങ്ങനെ വലിയൊരു സൂപ്പർ ഹിറ്റിലേക്ക് ആ സിനിമ പോയില്ല. പക്ഷെ നല്ലൊരു സിനിമ തന്നെയായിരുന്നു. തൃശ്ശൂർ ബിന്ദു തിയേറ്ററിൽ ഞാൻ കണ്ടത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു സിനിമ അന്ന് ബിന്ദു തിയേറ്ററിലാണ് ആ സിനിമ റിലീസായത്. പിന്നെ ഒരു സിനിമ ആ ക്രിസ്മസിന് റിലീസായത്, ലോഹിദാസ് സംവിധായകനായ ശേഷം ഭൂതക്കണ്ണാടി ആ വർഷം ആദ്യമായിട്ട് ലോഹിദാസ് ചെയ്യുന്നത് 97 ആ വിഷു സീസണിൽ. അത് കഴിഞ്ഞിട്ട് ലോഹിദാസ് ചെയ്ത സിനിമ കാരുണ്യം. അതും ബോക്സ് ഓഫീസിൽ അങ്ങനെ വലിയൊരു വിജയമല്ല, പക്ഷെ ഒരു അതിഗംഭീര സിനിമയാണ്. എനിക്കൂടെ ലോഹിദാസ് സംവിധാനം ചെയ്ത സിനിമകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമ തന്നെയാണ് കാരുണ്യം. ജയറാമിന്റെ ഒരു കരിയർ എടുത്തു കഴിഞ്ഞാൽ ഒരു മികച്ച ഒരു 10 ക്യാരക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാരുണ്യം ഉണ്ടാവും. അതിൽ മുരളി അതിഗംഭീരമായിട്ടുള്ള റോളാണ്, ദിവ്യവണി ഉണ്ട്, ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട് അതിൽ. നല്ല ഗംഭീരമായിട്ടുള്ള ഇമോഷൻ സിനിമ തന്നെ. ഏറ്റവും പ്രിയപ്പെട്ട ഒരു സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നും കണ്ടി നമ്മൾ കരഞ്ഞു പോകുന്ന ഒരു സീനാണ്. അതിൽ ജയറാമിന്റെ അമ്മ മരിച്ച ശേഷം അത് അറിയാതെ മുരളി വരുന്നതും ജയറാം മുരളിയോട് അത് പറയുന്നതും മുരളിയുടെ റിയാക്ഷനും, ഒരുപാട് സീൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നായാലും ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് തൊഴിലില്ലാത്ത പല ചെറുപ്പക്കാർ വീട്ടിൽ അച്ഛനെ അച്ഛനെ ഫേസ് ചെയ്യാൻ നടക്കുന്ന ചെറുപ്പക്കാർ, ഇവർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സിനിമ കൂടുതൽ എത്താൻ പറ്റാതെ വരുന്ന അതിന്റെ ഒരു കണ്ടന്റും അത്ര ഒരു സീരിയസ് കണ്ടന്റ് ആണ്. നമുക്കറിയാം ജയറാം ജോലിയൊന്നും കിട്ടാതെ അവസാനം അച്ഛൻ സർവീസിലിരുന്ന് മരിച്ചാൽ ജോലി കിട്ടുമെന്ന് വിചാരിച്ചാൽ അച്ഛനെ കൊല്ലണോ എന്ന് വരെ ചിന്തയിലോട്ട് ജയറാം പോകുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ആയതുകൊണ്ടായിരിക്കാം കൂടുതൽ ഒരു ജനകീയമായിട്ട് മറ്റ് ജയറാം സിനിമകൾ പോലെ ആവാതിരുന്നത്. പക്ഷെ എന്തുകൊണ്ടും ഒരു ഗംഭീര സിനിമ തന്നെയായിരുന്നു. ഞാൻ തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് സിനിമ കണ്ടിട്ടുള്ളത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ജയറാമിൻ്റെതായിട്ട് ആ ഒരു വർഷം ഇറങ്ങി. ഇതിലും ഒരുപാട് സിനിമകൾ വിജയമാണ്. എനിക്കൊന്ന് കാർ എന്ന് പറയുന്ന ഒരു സിനിമ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമയും വിജയിച്ച സിനിമകളാണ്. ചിലത് സൂപ്പർ ഹിറ്റ്, ചിലത് ആവറേജിൽ ഒതുങ്ങി. ഇതിൽ നിങ്ങൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവും. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകൾ പലതുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ പറഞ്ഞു. എനിക്ക് എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടമാണ്. അതിൽ എല്ലാം ഓരോരോ ടൈപ്പ് ഓഫ് ജോണേഴ്സിലുള്ള സിനിമകളാണ്. അതിൽ സൂപ്പർമാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. കാരുണ്യം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. കിലുകിൽ പമ്പരം ഇപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഒരു സിനിമയാണ്. കൃഷ്ണകുടിയിൽ പ്രണയകാലത്ത് നല്ലൊരു സിനിമയാണ്. എന്തായാലും നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകളും ഈ സിനിമകൾ കണ്ട നിങ്ങളുടെ അന്നത്തെ എക്സ്പീരിയൻസും നമുക്ക് ഷെയർ ചെയ്യാം.